പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ ദിവസങ്ങളിൽ മക്കളുടെ പരീക്ഷാ വിജയത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ ഓർമ്മശക്തിയും പഠിക്കാനുള്ള വലിയ ദാഹവും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട സ്വർഗത്തിന്റെ സഹായവും ഇടപെടലും എല്ലാം നൽകി അനുഗ്രഹിക്കുവാൻ ഈ പ്രാർത്ഥന കാരണമാകട്ടെ. പരീക്ഷാ വിജയത്തിനു വേണ്ടി കർത്താവേ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകവും അങ്ങ് പറയുന്ന വചനത്തിന്റെ വാഗ്ദാനങ്ങളും ഞങ്ങളുടെ മക്കള് അനുഭവിച്ചറിയാൻ, ഞങ്ങളുടെ മക്കളിൽ പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മ ശക്തിയും അത്യുന്നത ശക്തിയും ഞങ്ങളുടെ മക്കളിൽ ആവസിക്കട്ടെ. അങ്ങനെ ഞങ്ങളും കർത്താവി മക്കളും ഇവരുടെ കുടുംബവും ഇവരുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ മക്കളുടെ എല്ലാ അവസ്ഥകളിലേക്കും എല്ലാ നിയോഗങ്ങളിലേക്കും കർത്താവെ അവിടുന്ന് അതിശക്തമായിട്ട് ഇടപെടണമേ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും ഉണ്ണീശോയുടെയും നിറസാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ തിരുക്കുടുംബത്തിന്റെ കൃപയിലും ശക്തിയിലും നിറച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അവരുടെ പരീക്ഷാ വിജയത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒത്തിരി മക്കള് പരീക്ഷയിൽ പഠിക്കാൻ പറ്റാതെ വേദനിക്കുന്നുണ്ട്. കാരണം ഇത്രയും നാള് മൊബൈലിന്റെ പിടി, ഉറക്കമില്ലായ്മ, മറ്റു പല കണ്ട കാര്യങ്ങള്, കേട്ട കാര്യങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്വാധീനങ്ങള്, ശക്തികള് നമ്മുടെ മക്കളെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെ പ്രാർത്ഥിച്ച് ഈ മക്കളെ അതിൽ നിന്നൊക്കെ വിടുവിച്ച് കർത്താവിന്റെ ആത്മാവിനാൽ നിറച്ച് ശക്തീകരിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അതുപോലെ പ്രാർത്ഥിക്കണം. എങ്കിലേ നമ്മുടെ മക്കൾക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അതിശക്തമായിട്ട് തുടരുക. പോരാ, ഈ പ്രാർത്ഥനയിലേക്ക് അനേകം മാതാപിതാക്കളെ നമ്മൾ കൂട്ടിച്ചേർക്കണം. മക്കളെ ഇനി അങ്ങോട്ട് നമ്മൾ നിരന്തരം നമ്മുടെ മക്കളുടെ പലവിധ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കറിയാലോ, ഈ കാലഘട്ടം നമ്മൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ ന്യൂസുകളിൽ കാണുന്നുണ്ട്. ഒത്തിരി വഴിതെറ്റിപ്പോയ മക്കള്, ഡ്രഗ് അഡിക്ട്സ്, എല്ലാവരും എല്ലാ സ്ഥലത്തും ഒത്തിരി മാഫിയകള് നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന പ്രവൃത്തികള് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഞെട്ടുവാണ്. എന്താ പറയാ, കൂട്ടുകാര് നമ്മുടെ കിൻഡർ ജോയിലും മറ്റും ഓരോരോ പൊടിയിട്ട് മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട് മക്കളെ വഴിപിഴപ്പിക്കുന്ന അവസ്ഥകൾ, ലഹരിയുടെ ഒരു മഹാമാരി എന്ന പോലെ ശക്തമായ ആധിപത്യങ്ങൾ, മൊബൈല്, സിനിമകള്, വയലൻസ്, ക്രൂരത, ദുഷ്ടത, പൈശാചികത എല്ലാം പ്രൊമോട്ട് ചെയ്യുക. എല്ലാം നമ്മുടെ മക്കൾക്കെതിരാ. ഇറങ്ങുന്ന സിനിമകള്, അഭിനയിക്കുന്ന സിനിമാ നടന്മാര്, പിശാചിന്റെ വക്താക്കളായിട്ട് മാറുന്ന അഭിനയക്കാരും സിനിമക്കാരും, മാധ്യമ മേഖലകള്, പൈശാചികമായ സിനിമകള്, റീലുകള്, ഇൻസ്റ്റാഗ്രാമ്, വാട്സപ്പ്, ഇതൊക്കെ ഇന്ന് പിശാച് ഏറ്റെടുത്ത് അവന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ വേണ്ടി അറ്റിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് പൊതിഞ്ഞു പിടിക്കണം. മക്കളെ വേറൊരു വഴിയില്ല. ഇനി അതിലേക്കൊക്കെ ഈ ദിവസങ്ങളില് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല മേഖലകളില് നമ്മുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കാനും അതിലൂടെ കയറിപ്പറ്റിയ പൈശാചിക ശക്തികളുണ്ട്, അതിനൊക്കെ ബന്ധിച്ച് ബഹിഷ്കരിക്കാനും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ വർഗത്തെ പുറത്താക്കി. കാരണം നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കാണ്, കുറെ ചെറുപ്പക്കാര് പിള്ളേര് ജയ് വിളിക്കുക. SFI തൊട്ട് കളിച്ചാൽ ഇങ്ങനെ ഒരു പെങ്കൊച്ചെന്ന് വിളിക്കാണ്. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാല് കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും, SFI പറയുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയും മുദ്രാവാക്യം. പ്രതികാരത്തിന്റെയും കൈവെട്ടലിന്റെയും കാലുവെട്ടലിന്റെയും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നൊക്കെ പറഞ്ഞ് ആരാ പറയുന്നെന്നു കേട്ടോളൂ. രാഷ്ട്രീയ പാർട്ടികള്, സിനിമാ മേഖലകള്, അതൊക്കെ തന്നെ ഇന്ന് പിശാചിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാലഘട്ടമായിട്ട് മാറിയിരിക്കുമ്പോ നമ്മുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കാൻ ആരാ ഉള്ള? പാർട്ടിക്കാരില്ല, മാധ്യമങ്ങളില്ല, ഇനി സെൻസർ ബോർഡ്. ഈ ക്രൂരത വിളിച്ചിറക്കുന്ന പറഞ്ഞ തീരത്തില്ല. മക്കളെ സങ്കടമുണ്ട് ഈ കാര്യങ്ങളെ കാണുമ്പോ കേൾക്കുമ്പോ. പ്രാർത്ഥിക്കാം. ഇതിനെ കുറിച്ച് തന്നെ നമ്മൾ ചില അവയർനെസ് നമുക്കുണ്ടാകണം, നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ,
ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തോട് ചേർത്ത് നിർത്തി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് ഇന്ന് ഒത്തിരിയേറെ സാധിക്കണം. അപ്പൊ അതിനുവേണ്ടി അച്ഛൻ പറഞ്ഞ ഈ പ്രാർത്ഥനയിലേക്ക് അനേകം മാതാപിതാക്കളും അനേകം മക്കളും ഒന്ന് ചേരണം, ഒരുമിച്ച് കൂടണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, ഇത് ആർക്കെങ്കിലും ഒക്കെ നിങ്ങളുടെ ബന്ധുക്കൾക്കും പരിചയക്കാർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മക്കൾക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഈ ചാനലിലൂടെയും മക്കൾ പോകാനും ഇടയാക്കുക. ഇവ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് സ്വർഗം കനിഞ്ഞ് ഇടപെടട്ടെ. ആമേൻ. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചന പുസ്തകം 37-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനമാണ്. ഇവിടെ നാം കാണുകയാണ്, ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു. അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുമ്പിൽ നിവർത്തിവച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. വലിയ സംഭവം. ഹെസക്കിയ രാജാവ്, അസീറിയ രാജാവ് ഹെസക്കിയ രാജാവിനെ ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ വേണ്ടി വരുക, വെല്ലുവിളിച്ചുകൊണ്ട് എഴുത്തേതി. അസീറിയ രാജാവിന് മുമ്പിൽ തോൽക്കാത്തത് ആരോള്ള? എല്ലാ ദേവന്മാരെയും നശിപ്പിച്ചു, കത്തിച്ചു കളഞ്ഞു. ഇനി നിങ്ങളെ രക്ഷിക്കുമെന്ന്, ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞ് നീ വെറുതെ ആളുകളെ പറ്റിക്കണ്ട. അസീറിയ രാജാവിനെ നിനക്കൊരിക്കലും തോൽപ്പിക്കാനോ തടഞ്ഞു നിർത്താനോ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുത്തെഴുതി. അതുകൊണ്ട് കീഴടങ്ങിക്കോ. ഈ എഴുത്ത് ദൂതന്മാർ വഴി ഹെസക്കിയ രാജാവിന്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഹെസക്കിയ ചെയ്ത ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അവൻ എന്താ ചെയ്തേ? ആ എഴുത്ത് വായിച്ചു. അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. ആ എഴുത്ത് അവൻ ആലയത്തിൽ തുറന്നു വെച്ചു. എന്നിട്ട് അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ കർത്താവ് ഇടപെട്ട ചരിത്രം നമ്മളോട് വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യണം. നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വരുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിനോടകം അറിയാം. ഒത്തിരി കാര്യങ്ങൾ നശിപ്പിക്കുക, കൊല്ലുക, ഇല്ലാതാക്കുക, തോൽപ്പിക്കുക, ഇല്ലാണ്ടാക്കി നശിപ്പിച്ചു കളയുക, ആ രീതിയിൽ വരുന്ന ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തിലുണ്ട്. കൂട്ടുകാരിൽ നിന്ന്, രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, മീഡിയയിൽ നിന്ന്, സിനിമകളിൽ നിന്ന്, ലഹരി, പിശാചികമായ മൊബൈല്, ഗെയിമുകള് നോക്കി നിങ്ങള് കൊല്ലും, നശിപ്പിക്കും എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് നമ്മുടെ മക്കൾക്ക് എതിരെ വരിക. ഇത് നമ്മൾ എഴുതണം. നിയോഗങ്ങൾ, നമ്മുടെ മക്കളായിരിക്കുന്ന അടിമത്തങ്ങള്, അവരനുഭവിക്കുന്ന അവസ്ഥകള്, അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങള്, ഭയം, നിരാശ, ഉത്കണ്ഠ, അവരെ തെറ്റായ സ്നേഹബന്ധം, കൂട്ടുകെട്ട്, അടിമത്തങ്ങള്, ഇത് നമ്മൾ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു ഹെസക്കിയ, ആ എഴുത്ത് തുറന്നു വെച്ചു. എന്നിട്ട് കരം വിരിച്ച് കർത്താവിനോട് അവൻ പ്രാർത്ഥിച്ചു. നിങ്ങൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണിത്. നമ്മുടെ മക്കളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങള്, ആ മക്കൾ നേരിടുന്ന ഈ പ്രതിസന്ധികൾ, ഈ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവത്തെ, ജീവിതത്തെ, ശരീരത്തെ, ബന്ധങ്ങളെ, അവരുടെ വിജയത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് കർത്താവിന് മുമ്പിൽ നിവർത്തി വെക്കുക. എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇത് എഴുതിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ തിരുഹൃദയത്തിന്റെ മുമ്പിൽ നിങ്ങളത് പ്രതിഷ്ഠിക്കും. എന്നിട്ട് അല്ലെങ്കിൽ നിത്യാരാധന ഉണ്ടെങ്കിൽ ആരാധനയിൽ സമർപ്പിക്കാം. വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അത് എഴുതിക്കൊണ്ട് കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു വലിയ കാര്യം ഞാൻ പറഞ്ഞില്ല, ഈ 16-ാം തീയതി നമ്മൾ ഇവിടെ ഉപവാസ പ്രാർത്ഥനയാണ്. അതിന് സാധിക്കുന്ന എല്ലാവരും പങ്കെടുക്കാൻ നോക്കുക. ഞാൻ സാധിക്കുമെങ്കിൽ ഓൺലൈനിൽ ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇനി വരുന്ന എല്ലാവരും നിങ്ങളുടെ മക്കളുടെ നിയോഗങ്ങൾ എഴുതിക്കൊണ്ട് വരിക. 8 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കും. ആ കുർബാനയിലും പിന്നീട് ആരാധന നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ കർത്താവിന് മുമ്പില് ഈ നിയോഗങ്ങളൊക്കെ നമ്മൾ എഴുതിക്കൊണ്ടുവന്ന് നിവർത്തി വയ്ക്കും. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കും. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. 16-ാം തീയതി വരുന്ന മക്കള് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കളുടെ പ്രാർത്ഥനാ നിയോഗങ്ങള്, അവസ്ഥകള്, ഈ കാര്യങ്ങള് എഴുതിക്കൊണ്ടുവന്ന് കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇതിലൂടെ കർത്താവ് ഇടപെട്ടത് ഭയങ്കര ശക്തമായ ഇടപെടല. കർത്താവിനെതിരെയാ ഈ ശത്രുവന്നെ. കർത്താവിന്റെ മക്കളെ നശിപ്പിക്കാൻ വന്നാൽ, കർത്താവിൽ ആശ്രയിക്കുന്ന മക്കളെ നശിപ്പിക്കാൻ വന്ന പിന്നെ കർത്താവ് യുദ്ധം ചെയ്യും. കാരണം കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്ന് 1,75,000 പേരെ കൊന്നൊടുക്കിക്കൊണ്ട് അവർക്ക് വിജയം നൽകുന്ന കർത്താവിന്റെ സ്വർഗത്തിന്റെ ഇടപെടൽ കാണുന്നുണ്ട്.
ആ ദൈവമാറ്റം ഇല്ലാത്ത ദൈവമക്കളെ, ആ ദൈവം തന്നെ നമ്മുടെ ദൈവം. ആ ദൈവത്തെ വിളിച്ച് ഇതുപോലെ ഇടപെടുത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മക്കൾ തോൽപ്പിക്കാൻ ഒരു ശത്രുവിനും, ഒരു മാധ്യമത്തിനും, ഒരു സിനിമയ്ക്കും, ഒരു പിശാചിനും, ഒരു മൊബൈലിനും, ഒരു ആധിപത്യത്തിനും, ഒരു ആഭിചാര വശീകരണ ശക്തിക്കും സാധിക്കത്തില്ല. നമ്മൾ ഈ ദിവസം ഈ കാലഘട്ടത്തില് ഇതുപോലെ പ്രാർത്ഥിക്കണം മക്കളെ. അതുകൊണ്ട് ഇത് നിസാര കാര്യമില്ല മക്കളെ, ഇത് യുദ്ധത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി വിജയം നൽകണം, ഇടപെടണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം അറിഞ്ഞ് പറയുന്ന ഓരോ മേഖലകളും ഒത്തിരി അനുഭവത്തിൽ നാം പറയണം മക്കളെ. ഓരോ ദിവസവും അനേകം പേര് വിളിക്കുന്നു, ധ്യാനത്തിന് വരുന്ന മക്കൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഇനി സാധിക്കുന്ന മക്കള് നമ്മുടെ ധ്യാനം, അടുത്ത ധ്യാനം 21-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ്. 21-ാം തീയതി വൈകിട്ട് വെള്ളിയാഴ്ച തുടങ്ങും, 23-ാം തീയതി 4 മണിക്ക് അവസാനിക്കും, ഞായറാഴ്ച. അതുകൊണ്ട് സാധിക്കുന്ന മക്കളൊക്കെ വന്ന് ധ്യാനത്തിൽ കൂട്, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ അതിശക്തമായ ഇടപെടൽ യുദ്ധത്തിൽ നമുക്ക് വേണം മക്കളെ. അതുകൊണ്ട് ഈ അഭിഷേകത്തിന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ദിവികാര സന്നദ്ധിയിൽ എല്ലാ നിയോഗങ്ങൾക്കായിട്ട് നമുക്ക് ഒരുമിച്ച് യാചിക്കാം മക്കളെ. എഴുതി വെക്കാൻ പറ്റുന്ന മക്കള് എഴുതിക്കൊണ്ടുവന്ന് ദിവികാര സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചോ. ഇനി എല്ലാ ദിവസവും നമ്മുടെ ആരാധനയുടെ സമയത്തും ഈ പ്രാർത്ഥനാ സമയത്തൊക്കെ എഴുതിക്കൊണ്ടുവന്ന് ഈ ഹെസക്കിയ ചെയ്ത പോലെ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് നിവർത്തി വെച്ച് കരം വിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം ഇവിടെ ഇടപെട്ട പോലെ നമ്മുടെ ജീവിതത്തിലും ഇടപെട്ടിരിക്കും. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മക്കളെല്ലാം നിയോഗങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശത്രുവിന്റെ എഴുത്ത് കണ്ട്, ഭീഷണി കണ്ട് ഭയപ്പെടാതെ ഹെസക്കിയ രാജാവ് ആ എഴുത്ത് അങ്ങയുടെ മുമ്പിൽ നിവർത്തിവെച്ച് അങ്ങയോട് പ്രാർത്ഥിച്ച പോലെ ഞങ്ങളുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങള്, പ്രാർത്ഥനകള്, അവസ്ഥകള്, ആവശ്യങ്ങള്, ഞങ്ങളുടെ മക്കൾ നേരിടുന്ന പ്രതിസന്ധികള്, ഇപ്പോൾ എഴുതിക്കൊടുന്ന പരീക്ഷകള്, പരീക്ഷാ വിഷയങ്ങള് എല്ലാം കർത്താവെ തിരുസന്നിധിയില് ഞങ്ങൾ നിവർത്തി വയ്ക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ പേടി, അലസത, തടസ്സങ്ങള്, എഴുതി സമയത്ത് പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥകള്, കർത്താവെ ഞങ്ങളുടെ മക്കളെ തോൽപ്പിക്കാൻ, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥകള്, ശക്തികള്, ശത്രുക്കള്, ഭീഷണികള് എല്ലാത്തിനു മുമ്പില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഇടപെടണമേ, അങ്ങ് ശക്തി പ്രകടമാക്കണമേ, സ്വർഗത്തിന്റെ സഹായം നൽകണമേ, ദൂതന്മാരെ അയക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് വിജയം നൽകാൻ ഒരു ശക്തിയും, ഒരു ശത്രുവും, ഒരു പിശാചും, ഒരു ആധിപത്യങ്ങളും, ഒരു അധികാരങ്ങളും, ഒരു ഭയവും, ഒരു ഉത്കണ്ഠയും, ഒരു നിരാശയും ഞങ്ങളുടെ മക്കളെ തോൽപ്പിക്കാൻ ഇടയാകാത്ത വിധം കർത്താവേ അങ്ങയുടെ സഹായം, ദൂതന്മാരെ അയക്കണമേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. ഞങ്ങളുടെ മക്കൾ വിജയിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതട്ടെ, ഞങ്ങളുടെ മക്കൾ ശക്തമായ ദൈവാനുഗ്രഹത്തിലും ദൈവിക സാന്നിധ്യം അനുഭവിച്ചും വിജയം കൈവരിക്കട്ടെ. അത് കണ്ടനുഭവിച്ച് ഞങ്ങളുടെ മക്കൾ അങ്ങയോട് കൂടുതൽ ചേരട്ടെ, വിശ്വാസത്തോടെ ഉറപ്പോടെ അങ്ങയിലായിരിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ വചനം ഹെസക്കിയ ചെയ്ത പോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിലും എന്നും ചെയ്യാൻ ഇടയാക്കണമേ. പ്രത്യേകിച്ചും കർത്താവെ, ഈ മാസം 16-ാം തീയതിയുള്ള മക്കൾക്ക് വേണ്ടിയുള്ള ഉപവാസ പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക മക്കളെ അങ്ങ് ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ. ഒരുമിച്ച് മക്കളുടെ നിയോഗങ്ങൾ തുറന്നു വച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ച് അങ്ങയുടെ ശക്തമായ ഇടപെടൽ മക്കൾക്ക് വേണ്ടി നേടിയെടുക്കാൻ, സ്വന്തമാക്കാൻ അനേക മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. അതിനുള്ള അനേകം മക്കളും കുടുംബങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും
ദിവ്യകാല സന്നദ്ധിയില് ഹെസക്കിയ സമർപ്പിച്ച പോലെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനും ഇടപെടലിനും വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിച്ചൊരുങ്ങാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മുമ്പിൽ എഴുതിയും ഏറ്റുപറഞ്ഞും സമർപ്പിച്ചും പ്രാർത്ഥിച്ച ഈ മക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആവശ്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് അങ്ങ് ഇടപെടണമേ. ഹെസക്കിയ സമർപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് അങ്ങ് ഇടപെട്ട പോലെ തന്നെ ഈ മക്കളുടെ കാര്യത്തിലും മക്കളിലും കുടുംബത്തിലും ഈശോയെ ഇടപെടണമേ. വിശ്വാസത്തോടെ എളിമയോടെ സമർപ്പിച്ചുകൊണ്ട് അങ്ങ് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി ഞങ്ങൾ കാണട്ടെ.